ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ കൊണാമി 2 പുതിയ മാനേജർ പാക്സിനെ ആഡ് ചെയ്തായിരുന്നു. ഒരു നമ്മുടെ കറൻ്റ് നമ്മുടെ ഡോട്ട്മുണ്ട് മാനേജറായ കൊവാക്ക്. മറ്റൊരു മാനേജർ ആഡ് ചെയ്തായിരുന്നു നമ്മളുടെ ജെർഗൻ ക്ലോപ്പ്. അത് നമ്മുടെ ഡോട്ട്മുണ്ടിൻ്റെ 2012-13 സീസണിലൊക്കെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിച്ച നമ്മളുടെ മാനേജറാണ് നമ്മുടെ ജെർഗൻ ക്ലോപ്പ്. അതായിട്ട് നമ്മുടെ ലിവർപൂളിൽ വന്നിട്ട് ആളൊരു ഡ്രീം റണ്ണൊക്കെ എടുത്ത് ലിവർപൂളുണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്തു, പ്രീമിയർ ലീഗ് ഒക്കെ നേടിക്കൊടുത്തു. മൂപ്പരുടെ 2012-13 സീസൺ ഡോട്ട്മുണ്ടത്തെ ഒരു മാനേജർ കാർഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പറയുന്നത് നമ്മുടെ ജെർഗൻ ക്ലോപ്പിൻ്റെ ഒരു മാനേജർ റിവ്യൂ ആണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കളിപ്പിച്ചെടുത്ത ഒരു റിവ്യൂ ആണ് കേട്ടോ. അതായത് വന്ന അടുത്ത ദിവസം തന്നെ അത് പ്ലെയറൊന്നല്ലല്ലോ, പ്ലെയറാണ് നമുക്ക് കളിപ്പിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും ഒരു വിധം. പക്ഷേ മാനേജർ നമ്മൾ കുറച്ചാളൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അടുത്ത ദിവസത്തേക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, അത് പെട്ടെന്നൊരു കിട്ടും. ബട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമിൽ പവർ കുറയോ ഇല്ല എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. അപ്പോൾ മാനേജർ പൊതുവെ നമ്മൾ കുറവാണ് ചെയ്യാറുള്ളൂ, റയറായിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തായാലും ജെർഗൻ ക്ലോപ്പിൻ്റെ ഈ കാർഡ് വന്നപ്പോൾ ഞാനൊന്ന് എടുത്തു, എന്നിട്ട് നമ്മുടെ മാനേജറായിട്ട് യൂസ് ചെയ്ത് നോക്കി. നമ്മളിപ്പോൾ ഒരു 1.5 ആഴ്ചയൊക്കെ നമ്മുടെ ലൈവിലൊക്കെ സ്ഥിരം കളിപ്പിച്ചായിരുന്നു ഈ ക്ലോപ്പിൻ്റെ കാർഡാണ്. അപ്പോൾ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ലൈവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും നാൾ ഞാൻ കളിപ്പിച്ച് എനിക്കിട്ട് എക്സ്പീരിയൻസും മൂപ്പരെ എങ്ങനെ കളിപ്പിക്കാനത് പെർഫെക്റ്റ്, മൂപ്പരെ കുറച്ച് ഐഡിയാസും ടാക്ടിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആളുടെ പാക്കിലേക്ക് പോവാം. പാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഗൈസ്, നമുക്ക് പാക്സിൽ ഇത് ആദ്യം നമ്മുടെ കൊവാക്കിൻ്റെ ഡോട്ട്മുണ്ടിൻ്റെ ആ ടീം പാക്ക് ഉണ്ടല്ലോ, അതിൽ നമ്മുടെ കൊവാക്ക് അവൈലബിൾ ആണ്. അതിനപ്പുറം തന്നെ നമുക്ക് 700 രൂപ കൊടുത്ത് തന്നെ നമ്മുടെ ക്ലോപ്പിനെ മേടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്ലോപ്പിൻ്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഡബിൾ ബൂസ്റ്റർ മാനേജർ ആണ്. അപ്പോൾ ആളുടെ മെയിൻ പ്ലേ സ്റ്റൈൽ വരുന്നത് ക്യുക്ക് കൗണ്ടറും പൊസിഷൻ ഗെയിമാണ് കേട്ടോ. രണ്ടും 89 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യുക്ക് കൗണ്ടർ ആയിരിക്കും മിക്കൊരു ആളെ യൂസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. കാരണം ക്ലോപ്പ് ഒരു ക്യുക്ക് കൗണ്ടറിൻ്റെ പേരായിട്ടൊരു മാനേജറാണ്. ഓക്കെ, റിയൽ ലൈഫിലും. അപ്പോൾ ഈ ക്യുക്ക് കൗണ്ടർ പറയണതൊന്നുമില്ല, ഓപ്പോണ്ടേത് പന്ത് നമ്മൾ എടുത്താൽ പിന്നെ ഫുൾ അറ്റാക്ക്, ഒരു രക്ഷയില്ലാത്ത അറ്റാക്ക് ആയിരിക്കും. അതും നമ്മളുടെ ഡിഫൻസിനൊക്കെ ഓപ്പോണ്ടിൻ്റെ മധ്യനിരയുടെ അവിടെ നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്യുക. അതിനാണ് ഈ ക്യുക്ക് കൗണ്ടർ ആണ്. ക്യുക്ക് കൗണ്ടർ അടിക്കാൻ കിട്ടും. ഓക്കെ, അടിച്ച് കയറുക. വേറൊന്നുമില്ല, പന്ത് കിട്ടിക്കഴിഞ്ഞാൽ ചടപട കൊടുത്ത് ഗോൾ അടിക്കാൻ നോക്കുക പോയിട്ട്. അതാണ് ഈ ക്യുക്ക് കൗണ്ടർ. ഓക്കെ, ഇപ്പോൾ LBC കാര്യങ്ങളൊക്കെ ഡിഫൻസീവിൽ നമുക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് ക്യുക്ക് കൗണ്ടർ അങ്ങനെ, ക്യുക്ക് കൗണ്ടർ ഫുള്ളി അറ്റാക്കിങ്. അതാണ് ഈ ക്യുക്ക് കൗണ്ടർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണമുള്ള മെയിൻ പറയുന്നത്, അപ്പോൾ 2012-13 കാർഡ് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ആളുടെ കോച്ചിങ് അഫിനിറ്റി, യങ് പ്ലേയേഴ്സ് പ്ലസ് മാച്ച് എക്സ്പീരിയൻസ് പോയിന്റ്. ഓക്കെ, യങ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, 23 വയസ്സിൻ്റെ താഴെയുള്ള 23 വയസ്സ് അതിൻ്റെ താഴെയുള്ളവർക്കും ഓരോ മാച്ച് കൂടുമ്പോൾ മാച്ച് എക്സ്പീരിയൻസ് പോയിന്റ് 200% കൂടും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്കവരും മെയിൻ സ്കോറൊക്കെ ഇട്ട് കളിക്കുമ്പോൾ യങ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതാവും. ഓക്കെ, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൾക്ക് ബൂസ്റ്റർ വന്നിരിക്കുന്നത് സ്പീഡും അഗ്രഷനും കേട്ടോ. രണ്ടും ഒന്നിച്ച് കൂടും. അതായത് നിങ്ങളുടെ പ്ലേയേഴ്സിൻ്റെ അഗ്രഷനും സ്പീഡും സംഭവം ആൾ വെച്ച് കളിപ്പിക്കുമ്പോൾ കൂടി കിട്ടും. ഓക്കെ, 1 പോയിന്റ് ബൂസ്റ്റർ അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ലിങ്ക് പ്ലേ നോക്കുകയാണെങ്കിൽ ഓവർ ദി ടോപ്പ് ആ C ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സെൻറ്റർ ബാക്കിൽ നിന്ന് തൂക്കിയറിയാം വിങ്ങിലേക്ക്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ലിങ്കപ്പിൻ്റെ മെയിൻ സംഭവം ഒന്നുമില്ല. ഇപ്പോൾ സെൻറ്റർ ബാക്കിൻ്റെ പന്ത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആ വിങ്ങർ റൺ എടുക്കേണ്ടാവും അവിടെ. അപ്പോൾ ആളുടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് സെൻറ്റർ ബാക്ക് ബിൽഡപ്പ് പൊസിഷൻ ആവണം. ഓക്കെ, അതുപോലെ തന്നെ പ്രൊലിഫിംഗർ ലെഫ്റ്റിംഗ് ഫോർവേഡ് അല്ല റൈറ്റിംഗ് ഫോർവേഡ് പ്രൊലിഫിംഗർ എന്ന പ്ലേ സ്റ്റൈലും ആവണം. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റർ ബാക്കിൻ്റെ പന്ത് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ വിങ്ങേഴ്സ് റൺ എടുക്കാൻ തുടങ്ങും. ഓക്കെ, വിങ് കൂടെ അങ്ങോട്ട് ഡയഗണൽ ഇതിൽ കാണുന്ന പോലെ അങ്ങോട്ട് റൺ എടുക്കാൻ തുടങ്ങും. അപ്പോൾ ആ നേരത്ത് തൂക്കെറിയാണ് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട് പറയുന്നത്. തൂക്കെറിയിൽ മാത്രമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞാണ് കളിയാക്കുന്ന രീതിയിൽ. അപ്പോൾ തൂക്കെറി മാത്രമല്ല, ഇതിൽ അവരെ ത്രൂ ബോൾ, ലോങ് ത്രൂ ബോൾ, അതുപോലെ തന്നെ ചിപ്പഡ് ബോളും ഇതെല്ലാം എഫക്റ്റീവായിട്ട് വരുന്നതാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ മാനേജറെ കുറച്ച് ദിവസം ഞാൻ കളിപ്പിച്ച് നോക്കി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ലിങ്കപ്പ് ഒന്ന് യൂസ് ചെയ്യാണ്ട് കളിപ്പിക്കണം നല്ലത്. കാരണം ഈ സെൻറ്റർ ബാക്കിൽ നിന്ന് ആ വിങ്ങിക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സെൻറ്റർ ബാക്ക് വേണം, നല്ല പാസിംഗ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ പാക്കിൻ്റെ ഒപ്പം വന്നൊരു പ്ലെയറാണ് നമ്മുടെ വാൻഡേക്കും ടീമൊക്കെ. വാൻഡേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാസിങ്ങുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ വിഷണറി പാസോ സംതിങ് ആൾക്കൊരു സ്കില്ലും ഉണ്ട്. അപ്പോൾ ആളൊക്കെ ഇട്ട് കളിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബെക്കൻ ബോർ, ഈ ഫോർമേഷനിക്കും ഈ പ്ലേ സ്റ്റൈലിക്കും ബെസ്റ്റ് പറയുന്നത് ബെക്കൻ ബോറാണ്. ബെക്കൻ ബോറിന് നല്ല തൂക്കിയറുണ്ട്. ഓക്കെ, നല്ല ലോഫ്റ്റർ കളിക്കും ആൾ, നല്ല പാസിംഗ് ഉണ്ട് സെൻറ്റർ ബാക്കായിട്ട്. അപ്പോൾ ആളൊക്കെ നല്ല രീതിയിൽ തന്നെ എറിയാൻ പറ്റും ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും. പാസിംഗ് ഉള്ള സെൻറ്റർ ബാക്കാണ് കേട്ടോ, അതും ബിൽഡപ്പ്. അതുപോലെ തന്നെ മാർക്കിനോയ്സ്, ഹുയിസൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലേയേഴ്സിനെ മാക്സിമം സെലക്ട് ചെയ്ത് നോക്കുക. ഞാൻ ആരെയിലൊക്കെ വിട്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, നല്ല പാസിംഗ് കൊടുക്കാൻ ബിൽഡപ്പ് CB ഉണ്ടെങ്കിൽ. ഓക്കെ, അവരെ യൂസ് ചെയ്യുക. പിന്നെ വിങ്ങിൽ പ്രൊലിഫിംഗർ ജസ്റ്റ് ലൈക്ക് നെയ്മർ, മെസ്സി. ഓക്കെ, അവരൊക്കെ പ്രൊലിഫിംഗറിൻ്റെ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി എഫക്റ്റീവായിട്ട് ഈ സംഭവം ലിങ്കപ്പ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് ആളുടെ ലിങ്കപ്പും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് ആളുടെ ഒരു ബേസിക് സംഭവങ്ങൾ പറയുകയാണെങ്കിൽ.
അപ്പോൾ ഞാനിപ്പോൾ ആൾക്ക് യൂസ് ചെയ്യിക്കുന്ന ഫോർമേഷൻ കറൻറ്റ്ലി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോർമേഷനിലാട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ ഈ ഫോർമേഷൻ. അപ്പോൾ ഇത് 4-2-1-3 ഇതൊരു നോർമൽ ഫോർമേഷനാണ്. ഞാൻ വെറുതെ മാറ്റിയിട്ട് കളിപ്പിക്കണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ മാനേജർ ഏത് ഫോർമേഷനാണ് യൂസ് ചെയ്യുക, അതായത് ഈ ലിങ്ക് പ്ലേ കൊടുത്ത് കളിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ജസ്റ്റ് ഈ 4-2-1-3 അതുപോലെ തന്നെ 4-1-2-3 അതുപോലെ തന്നെ 4-2-2 അതിലൊക്കെ നിങ്ങൾക്ക് ഇട്ട് കളിപ്പിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ 4-4 ഇട്ട് കളിപ്പിക്കാം, 4-1-1-4 ഇട്ട് കളിപ്പിക്കാം. സോ ലിങ്കപ്പ് കളിക്കാൻ അങ്ങനെ കളിപ്പിക്കും. ഏത് ഫോർമേഷനെ കളിപ്പിച്ചാലും ഈ മാനേജർ നമുക്ക് അടിപൊളിയായിട്ട് കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യണ മാനേജർ ഇതാണ്. ഇതിൻ്റെ ഗ്രാഫിന് കാണിച്ചു തരാം, ഈ ഫോർമേഷൻ്റെ ഗ്രാഫിന് കാണിച്ചു തരാം. ഓക്കെ, കറൻറ്റ്ലി ഇതാ ഗ്രാഫ് ഇങ്ങനെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു കഴപ്പിന് വേണ്ടി ഞാൻ ഇട്ടക്കുന്ന ഒരു ഫോർമേഷനാണ്, കുഴപ്പമില്ലാത്ത റണ്ണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാനേജറിൻ്റെ മെയിൻ എബിലിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് എനിക്ക് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. അതിന് പറയേണ്ട ആളുടെ അറ്റാക്കിങ് മൊത്തം ഒരു രക്ഷയില്ല. ആള് നമുക്കിപ്പോൾ പന്ത് കിട്ടുക വിചാരിക്കുക, പ്ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അറ്റാക്കിങ് നല്ല രീതിയിൽ ടേൺ ചെയ്ത് മൂവ്മെൻറ്റ്, അപ്പോൾ കൗണ്ടറൊക്കെ ആളുടെ ഒരു രക്ഷയില്ലാതെ നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ ബിയറിൽ കിട്ടിയപ്പോൾ തന്നെ നെഡ്വേഡിനായിരിക്കും മെയിനിൽ ത്രൂ വിളിക്കുക. ആ നേരത്തെ തന്നെ ഈ വിങ്ങിലൊക്കെ മിസ് അങ്ങോട്ട് ഓടിച്ച് കയറിണ്ടാവും. അതുപോലെ തന്നെ പിർള ഒപ്പം വരുന്നുണ്ടാവും. പിർള ഒരു ഓർക്കസ്ട്രേറ്ററാണ്, പക്ഷേ ഒപ്പം എത്തിയിട്ടുണ്ടാവും. അതിനൊപ്പം തന്നെ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൊണാൾഡോയും റൂമിയും ഒക്കെ റണ്ണ് എടുക്കുന്നുണ്ടാവും മുന്നിലേക്ക്. ഓക്കെ, പരമാവധി ഗോൾ പോച്ചേഴ്സിനെ വെച്ച് കളിപ്പിക്കാൻ നോക്കട്ടെ നമ്മുടെ സെൻറ്റർ ഫോറിൽ. ബട്ട് ഞാനിടയ്ക്ക് ഈ സ്ലാറ്റനൊക്കെ ഇറക്കും. സ്ലാറ്റനൊക്കെ നല്ല പെർഫോമൻസ് ഇപ്പോൾ കിഡിലിനാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ മെയിനായിട്ട് അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അത്ര അടിപൊളിയായിരിക്കും. വെച്ചാൽ പന്ത് നമ്മുടെ കയ്യിൽ കിട്ടി ഓപ്പോണ്ടിൽ നിന്ന് ഇപ്പോൾ കൗണ്ടർ ബ്രേക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ എല്ലാവരും ഓൾ ഔട്ട് അറ്റാക്കിലേക്കാകും പോകുന്നുണ്ടാവുക. അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് തിങ്ങായിട്ടാണ് എനിക്ക് തോന്നിയത് മൂപ്പരുടെ. പിന്നെ പൊസിഷനിങ്, പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ് ഈ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ മാക്സിമം കൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ സെൻറ്റർ കൂടെ അറ്റാക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഞാൻ വിങ്ങിക്ക് അധികം കളിക്കാറില്ല, മെയിനായിട്ട് അത് പറഞ്ഞ് ലിങ്കപ്പ് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കണം. നോക്കിയിട്ട് ഇതിൽ വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ഇപ്പം ഞാൻ മിഡിൽ നിന്ന് ലോങ് ബോൾ വിങ്ങിക്ക് കളിക്കുകയാണെങ്കിലും എനിക്ക് ആ ലോങ് ബോൾ കൗണ്ടർ എനിക്ക് അറിയാലോ. ലോങ് ബോൾ കൗണ്ടർ ക്വിക്ക് കൗണ്ടർ വ്യത്യാസമില്ല. ലോങ് ബോൾ കൗണ്ടർ ലോങ് കൊടുത്താലും അവിടേക്ക് എങ്ങനെ പ്ലേസ് എത്തിപ്പിടിക്കാൻ വന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു എഫക്റ്റീവ് ഇത് കിട്ടില്ല. മാക്സിമം ഷോർട്ട് പാസ് ഇട്ട് സെൻറ്റർ കൂടെ അടിച്ച് കയറാൻ നോക്കി ഈ ഫോർമേഷൻ യൂസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ പിന്നെ മറ്റേ വിങ് ഫോർമേഷൻ ഇല്ലാണ്ട് തന്നെ ഇവിടേക്ക് IMF ഇട്ടിട്ട് മറ്റേ 4-4-2 ആ രീതിയിലൊക്കെ ഇട്ട് കളിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ 4-2-2 ആ സംഭവമൊക്കെ ഇട്ട് കളിപ്പിച്ചാൽ മതി, സെറ്റായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ലിങ്കപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അങ്ങനെ കളിപ്പിക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ സെൻറ്റർ കൂടെ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുക. വൺ ടച്ച് ഇട്ട് കളിക്കുകയൊക്കെ അടിപൊളിയായിട്ടും കളിക്കുക. ഞാൻ സത്യം പറയാലോ, ക്വിക്ക് കൗണ്ടറിന് ഏറ്റവും ബെസ്റ്റ് വെച്ചിട്ട് വൺ ടച്ച് പ്ലേ ആണ്. വൺ ടച്ച് ഇപ്പോൾ നമ്മുടെ അവിടെ ഏറ്റവും പെടയിട്ടിട്ട് കളിക്കുന്ന റിച്ച് ബോയൊക്കെ നല്ല രീതിയിൽ വൺ ടച്ച് ഇട്ട് കളിക്കുന്ന ഒരു കളി കളിക്കും. അപ്പോൾ വൺ ടച്ചൊക്കെ ഇട്ട് കളിപ്പിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് മാനേജർ നമ്മളുടെ ക്ലോപ്പ് പറയുന്നത്, ഒരു രക്ഷയില്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്ലെയർ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം കിട്ടുന്ന രീതിയിലത്തെ പ്ലേയേഴ്സ് എല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോസും കാര്യങ്ങളും ലൈവിലത്തെ ക്ലിപ്സൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റിവിറ്റി എനിക്ക് തോന്നിയത് മെയിനായിട്ട് ഡിഫൻസ് തന്നെയാണ്. ഇപ്പോൾ ഏത് ക്വിക്ക് കൗണ്ടർ മാനേജർ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഡിഫൻസ് ആയിരിക്കും കുറച്ച് തലവേദന ആയിട്ടുണ്ടാവുക. അത് മെയിനായിട്ട് ഒന്നുമില്ല, നമുക്ക് ക്വിക്ക് കൗണ്ടർ മാനേജർ മിക്കവരും ഹൈ ലൈൻ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളുടെ പകുതി ഉണ്ടല്ലോ, സോ അയച്ചാൽ ഹാഫ് ഉണ്ടല്ലോ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ, അതിൻ്റെ ടോപ്പിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. നമ്മൾ അറ്റാക്കിന് വേണമെങ്കിൽ മാക്സിമം ഓപ്പോണ്ടിൻ്റെ ഹാഫിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ടാവും പ്ലേയേഴ്സൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ലോങ് ത്രൂ ഒക്കെ വരുമ്പോൾ ഡിഫൻഡേഴ്സിൻ്റെ സ്പീഡില്ലായ്മ ആയിരിക്കാം, ചിലപ്പോൾ പിടിക്കാൻ കിട്ടില്ല. അത്ര നല്ല എംബാപ്പെ, റൂമി, എട്ടോ, സീസ് ഫോർവേഡൊന്നും പിടിക്കാൻ കിട്ടില്ല, അങ്ങനെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബാക്ക് നല്ല രീതിയിലില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പൊട്ടുണ്ട്. ഓക്കെ, അതൊരു നെഗറ്റീവായിട്ട് തോന്നി. അതിപ്പോൾ ഏത് ക്വിക്ക് കൗണ്ടർ മാനേജറിനെ എടുത്ത് നോക്കിയാലും നമുക്കറിയാം അവരുടെ ഡിഫൻസൊക്കെ ഹൈലൈൻ ആയിരിക്കും. ഇപ്പോൾ സാബി ആയിക്കോട്ടെ, മൗറീനോ പുതിയത് വന്നത്, അവരൊക്കെ ഡിഫൻസ് ഹൈലൈനാണ്. ഓക്കെ, അപ്പോൾ ഹൈലൈൻ മാനേജേഴ്സ് ഭയങ്കര സീനാണ്. ഇപ്പോൾ LBC നോക്കുകയാണെങ്കിൽ ഡിഫൻസീവിൽ നമുക്ക് കുറച്ചുകൂടി സപ്പോർട്ടായുള്ള നമ്മുടെ അത് തന്നെ ക്വിക്ക് കൗണ്ടർ LBC വെച്ചാൽ അതാണ് കുറച്ച് ഇറങ്ങിയിട്ടാവും നിൽക്കുന്നുണ്ടാവും. LBCയുടെ മാനേജേഴ്സിനെ ആരെടുത്ത് നോക്കിയാൽ അവരുടെ ഡിഫൻസ് കുറച്ച് ഇറങ്ങിയിട്ടാവും നിൽക്കുന്നുണ്ട്, ഹൈലൈൻ അല്ല. നേരെ ഓപ്പോസിറ്റ് ക്വിക്ക് കൗണ്ടർ നോക്കുകയാണെങ്കിൽ തന്നെ ക്വിക്ക് കൗണ്ടർ മിക്ക മാനേജേഴ്സും ഹൈലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിലൊരു പെട്ടത് തന്നെയാണ് ക്ലോപ്പ്. ബട്ട് ക്ലോപ്പ് നമ്മുടെ സാബിയൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഡിഫൻസ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും പറയാനുള്ളൊരു നെഗറ്റീവ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞാണ്, ഡിഫൻസ് ഒന്ന് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് കയറി നിൽക്കുക അറിയില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതായി നിൽക്കുന്നുണ്ട്. നമ്മൾ ആ നേരത്ത് അത്രയ്ക്കും നമ്മളെക്കാട്ടിയും കഴിവുള്ള കളിക്കാരുണ്ടാവില്ല, എങ്ങനെ വരും. അപ്പോൾ അവരൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഡിഫൻസൊക്കെ ഒന്ന് ബ്രേക്കായി വരും. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് 2 അടിച്ചാലും 4 അങ്ങോട്ട് തിരിച്ചടിക്കാം. അങ്ങനത്തെ ഒരു ലെവൽ മാനേജറാണ് നമ്മുടെ ക്ലോപ്പ് കേട്ടോ. പിന്നെ പറയാനുള്ളത് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈ റാങ്ക് പുഷ് ചെയ്യണവരൊന്നും ഈ മാനേജർ പോകാൻ ഞാൻ പറയില്ല ഒരിക്കലും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു ടാർഗറ്റ് ഡിവിഷൻ 1 ആണ്, 2000 റേറ്റിംഗ് ഒക്കെ ആണ്.
അതിനൊക്കെ ബെസ്റ്റ് മാനേജർ തന്നെയാണ്. ക്യുക്ക് കൗണ്ടറിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള മാനേജറെ. പക്ഷേ ഈ 2000-ന് മുകളിൽ നല്ല രീതിയിൽ റാങ്ക് കയറണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മിക്കൊരു ഇടുക്കില്ല ഈ മാനേജറെ. ഓക്കെ, അവരെല്ലാം ഇപ്പോൾ എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ലോങ് ബോൾ കൗണ്ടർ കളിച്ചാലാണ് നന്നായി കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിക്കവരും ആ മാനേജറായി, അതങ്ങനെ ഒരു കീഴ്വഴക്കമായി. എനിക്ക് ഈ ഫുട്ബോൾ മലയാളം കമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് ടൈമിനെ ലോങ് ബോൾ കൗണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ അറിവിൽ ഞാനാ തോന്നുന്നുണ്ട് ഈ ഫുട്ബോൾ യൂട്യൂബിൽ കേട്ടോ, യൂട്യൂബിലല്ലാണ്ട് കുറേ പേര് കളിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ വാൽബ്യൂൻ, നമ്മുടെ സിമിയോണിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഞാൻ തന്നെ പോകുന്നുണ്ട്. എനിക്ക് ലേറ്റസ്റ്റ് ഞാൻ നോക്കിയപ്പോഴും വീഡിയോ എൻ്റെ എല്ലാം കണ്ടത് ഞാൻ അങ്ങനെ ഇതാക്കി നോക്കിയപ്പോൾ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ കുറേ ലോങ് ബോൾ കളിച്ച് ഇടയ്ക്ക് സാബി വന്നപ്പോൾ സാബിനിട്ട് കളിപ്പിച്ചു. പിന്നെ ഞാൻ ക്യുക്ക് കൗണ്ടറിക്ക് ആയത് ഈ മുതൽ വന്നപ്പോഴാണ് കേട്ടോ. നമ്മുടെ ക്ലോപ്പ്, പണ്ടത്തെ നമ്മുടെ മാനേജറിനെ അറിയണമെങ്കിൽ സിറ്റ്സ്ലർ എന്ന് പറയും, നമ്മുടെ ലിവർപൂളിൻ്റെ മാനേജറല്ലേ. ഓക്കെ, മൂപ്പരാണിത്. അപ്പോൾ ഏറ്റവും ആദ്യം സിറ്റ്സ്ലറെ കളിപ്പിച്ചായിരുന്നു. പിന്നെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ബോൾ കൗണ്ടർ ആരും കളിക്കണില്ല, അപ്പോൾ അതൊന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അതൊക്കെ ഇട്ട് കളിപ്പിച്ചിട്ടാണ് വേൾഡ് റാങ്കിങ് 24 കയറി. പിന്നെ എൻഡ് ഓഫ് സീസൺ 96 ഒക്കെ കയറിയത് അന്ന്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു ലോങ് ബോൾ കൗണ്ടർ. അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് അങ്ങനെ കൊണ്ടുവന്നായിരുന്നു അന്ന്. പിന്നെ മിക്കവരും ഇപ്പോൾ ഒരു 75% നോക്കുകയാണെങ്കിലും മിക്കവരും കളിക്കുന്നത് ഈ ലോങ് ബോൾ കൗണ്ടറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ക്യുക്ക് കൗണ്ടർ ഒന്ന് യൂസ് ചെയ്തുള്ളൂ. നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ മാനേജർ എടുത്തിട്ടുണ്ടോ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊന്നും വിട്ടുപോയിട്ടില്ല വിചാരിക്കുന്നുണ്ട്. എനിക്ക് വന്നപ്പോൾ അറ്റാക്കിങ് വന്ന കുറച്ച് ഇത് കൗണ്ടർ അറ്റാക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഡിഫൻസീവിൽ വരുമ്പോൾ ചെറിയ ഫെൽട്ടോളം വരുന്നുള്ളൂ, വലിയ ഇത് നമുക്ക് എടുത്ത് കാണിക്കാനൊന്നുമില്ല. അതൊക്കെ പറഞ്ഞു വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഓപ്ഷനാണ്. സിറ്റ്സ്ലർ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അടുത്തൊരു മാനേജറാണ്. സാധാരണ എനിക്ക് അറിയില്ല, ഞാൻ ഈ ക്യുക്ക് കൗണ്ടർ മാനേജറിനെ തൊട്ട് നോക്കാറില്ല. കാരണം കളിപ്പിച്ചാലും റിസൾട്ട് നമുക്കൊരു മൈൻഡ് ഉണ്ടാവുമല്ലോ, ഈ മാനേജർ എടുത്ത് നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ ഈ മൂപ്പര കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്പാർക്ക് അടിച്ച് ഞാനെടുത്ത് കളിപ്പിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇതെടുത്ത് കളിപ്പിച്ചിട്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് നിങ്ങൾ എടുക്കണോ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളി മാനേജറാണ്. അടിപൊളിയായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് അടിപൊളിയാണ്, നല്ല റൺസ് എടുക്കുന്നുണ്ട്, ഫിനിഷിങ് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് നിങ്ങൾ മാനുവലി ഡിപ്പെൻഡ് ഒക്കെ ചെയ്ത് നിൽക്കാൻ നോക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വേണ്ടെങ്കിൽ മാനുവലി ഡിപ്പെൻഡ് ചെയ്താലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾ കളിപ്പിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാനേജർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.